6:30-ക്കത്തെ ന്യൂസിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മൾ SL ഹിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് എത്തുകയും ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇത് ഇന്നത്തെ ഒരു ഏരിയയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഏരിയയിൽ മാർക്കറ്റ് ഫുള്ളി കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലേക്ക് വരും, അതിനുശേഷം ഒരു അപ്പ് മൂവ്മെന്റ് കാണിക്കും. മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മാത്രമാണ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയകളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. ട്രേഡ് മാക്സ് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിലേക്ക് ഏർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ പുതിയ ട്രേഡ്സ് എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എൻട്രി ഓൾറെഡി പറഞ്ഞിരുന്നു, ആ എൻട്രിയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഒരു ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇന്ന് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് നടന്നിട്ടില്ല. മാർക്കറ്റ് ഇന്ന് ആകെ മൂവ് ചെയ്തിരിക്കുന്നത് ഒരു 700-800 പോയിന്റിനകത്ത് മാത്രമാണ്. അതും അപ്പ് ആൻഡ് ഡൗണിൽ മാർക്കറ്റ് ആകെ മൂവ് ചെയ്തിരിക്കുന്നത് ഒരു 700-800 പോയിന്റിനകത്താണ്. ഇന്ന് ഫുള്ളി മാർക്കറ്റ് ഓൾറെഡി കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇന്നലത്തെ ഒരു എൻട്രി നമ്മളൊരു 50 മിനിറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു സോണിലേക്കായിരുന്നു ഓൾറെഡി ഇന്നലെ ഒരു എൻട്രി പറഞ്ഞത്. എന്നാൽ ഇന്നലെ 6:30-ക്കത്തെ ന്യൂസിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മൾ SL ഹിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് എത്തുകയും ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇത് ഇന്നത്തെ ഒരു ഏരിയയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഏരിയയിൽ മാർക്കറ്റ് ഫുള്ളി കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലേക്ക് വരും, അതിനുശേഷം ഒരു അപ്പ് മൂവ്മെന്റ് കാണിക്കും. മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മാത്രമാണ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയകളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. നമ്മൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. അപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും തന്നെ ഇല്ല. നമ്മുടെ വ്യൂ ഓൾറെഡി ബെയർഷ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയർഷ തന്നെയാണ്. ഇന്നത്തെ ന്യൂസിന്റെ ഒരു എഫക്റ്റിലാണ് മാർക്കറ്റ് ഈ ഒരു 1000-1300 പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ 1400 പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ഒരു ന്യൂസിന്റെ എഫക്റ്റ് മാത്രമാണ്. അതിനുശേഷം മാർക്കറ്റ് സ്റ്റിൽ നല്ല കൺസോൾട്ടേഷൻ ഫേസ് ആണ് ഓൾറെഡി മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കേണ്ട, നമുക്കൊരു സ്ട്രക്ചർ കിട്ടുന്നിടം വരെ ഓൾറെഡി നമുക്ക് ഒരു താഴത്തേക്ക് ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് ഒരുപാട് ടേക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചർ ഒരു വ്യൂ അല്ലെങ്കിൽ നമുക്കൊരു റേഞ്ച് എക്സാക്ട് സ്ട്രക്ചർ ഇടുന്നുണ്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഓൾറെഡി ട്രേഡ്സുകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ബിറ്റ്കോയിനിൽ ഓൾറെഡി നമുക്ക് ട്രേഡ്സുകൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്കറിയാം മറ്റു കോയിൻസുകളും എത്തേറിയം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്തേറിയം ഓൾറെഡി മൂവ് ചെയ്യുന്നത് ഈ ബിറ്റ്കോയിന്റെ മൂവ്മെന്റിനെ കൺസിഡർ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എത്തേറിയത്തിലും അത്യാവശ്യം കൺസോൾട്ടേഷൻ മാത്രമാണ് നിൽക്കുന്നത്. നമ്മൾ 1 hour ടൈം ഫ്രെയിം 1 hour ചാർട്ടാണ് ഓൾറെഡി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ചാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഓൾറെഡി നടക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നമ്മുടെ സെറ്റപ്പിൽ എല്ലാ ദിവസവും ട്രേഡ്സുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് മാസം ഒരു 16-17 എൻട്രീസ് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എൻട്രീസ് ഇല്ലാത്ത ദിവസങ്ങളും വരും. അപ്പോൾ ആ ഏരിയ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സ്റ്റിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു എൻട്രീസും ഓൾറെഡി പ്ലാൻ ചെയ്യുന്നില്ല. അത് നമുക്ക് എന്തായാലും നോക്കാം. മാർക്കറ്റ് നമുക്ക് എപ്പോഴും ഡയറക്ഷൻ നോക്കാം. ആ ഡയറക്ഷന് ശേഷം അത് നമുക്ക് ഒരു എൻട്രി എടുക്കാം. അതായത് ഞങ്ങൾ എടുക്കുന്ന എൻട്രീസ് നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അത് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ആ എൻട്രീസും വരുന്നതാണ്. പക്ഷേ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.